താത്വിക ലോകം നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തെ വിളിക്കുന്നത് പോസ്റ്റ് ട്രൂത്ത് ഈറ അല്ലെങ്കിൽ സത്യാനന്തര യുഗമെന്നാണ്. അതായത് സത്യത്തേക്കാൾ വ്യക്തികളുടെ വികാര വിചാര വിശ്വാസങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട്, അമിത പ്രാധാന്യം നൽകിക്കൊണ്ട് സത്യത്തെ തമസ്കരിക്കുകയും വസ്തുതാപരമായ യാഥാർത്ഥ്യങ്ങളെ അന്വേഷിക്കാതെയും പഠിക്കാതെയും തെറ്റിദ്ധാരണകളും അസത്യങ്ങളും പരത്തുകയും ചെയ്യുന്ന ഒരു പുതിയ സംസ്കാരം. അന്താരാഷ്ട്രപരമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപിൻ്റെയും റഷ്യൻ പ്രസിഡൻ്റായ വ്ളാഡിമിർ പുതിൻ്റെയും ഒക്കെ വ്യക്തിപരമായ വികാര വിചാരങ്ങളാണ് ഇന്ന് ലോകത്തെ മാറ്റിമറിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ അർത്ഥസത്യങ്ങളും വ്യാജ വാർത്തകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കുടുംബ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ അനേക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഇന്ന് പത്രമാധ്യമങ്ങളിൽ കാണുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ആരംഭിക്കുന്നത് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളും അർത്ഥസത്യങ്ങളും വ്യാജവാർത്തകളും മൂലമാണ്. ഇവിടെയാണ് സത്യാന്വേഷിയായ വിശുദ്ധ യൗസേപ്പിൻ്റെ പ്രസക്തി. മറിയം ഗർഭിണിയാണെന്നറിഞ്ഞ നിമിഷത്തിൽ മോശയുടെ നിയമം പാലിക്കാതെ മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ച യൗസേപ്പ് ഒരു എടുത്തുചാട്ടവുമില്ലാതെ തൻ്റെ തീരുമാനം ശരിയോ തെറ്റോ എന്ന് ആലോചിച്ചിരിക്കുന്നു. തീർച്ചയായും ഈ ആലോചന ദൈവത്തോടായിരിക്കും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മറിയം ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണെന്ന് വെളിപ്പെടുത്തുകയും അങ്ങനെ വിശുദ്ധ യൗസേപ്പ് സത്യം തിരിച്ചറിഞ്ഞ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തത്. വിശുദ്ധ യൗസേപ്പിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് വിശുദ്ധ യൗസേപ്പിനോട് പ്രാർത്ഥിക്കാം. വിശുദ്ധ യൗസേപ്പിനെ പോലെ ശാന്തമായ മനസ്സോടെ, കരുണയുള്ള ഹൃദയത്തോടെ, പ്രാർത്ഥനാപൂർവം ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനും വെളിപാട് സ്വീകരിക്കുവാനും അത് തിരിച്ചറിയുവാനും അങ്ങനെ സത്യത്തെ പുൽകി നല്ല മനുഷ്യ ബന്ധങ്ങളിലൂടെ, കുടുംബ ബന്ധങ്ങളിലൂടെ മുന്നോട്ട് പോകുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.